സോ ഹേ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താലിം എന്ന പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒരു വെബ് ഹോസ്റ്റ് ചെയ്യാമെന്നതാണ്. സോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറാം, ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക, console.techno talim.com എന്ന് സെർച്ച് ചെയ്യാം. സോ നമുക്കിങ്ങനെ ഒരു പേജായിരിക്കും വരിക. സോ ഇതാണ് നമ്മുടെ കൺസോള്. സോ ഇത് ബീറ്റ സ്റ്റേജിലാണുള്ളത്, പക്ഷേങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ വെബ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കസ്റ്റമർ ഡൊമെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ വീഡിയോയിലേക്ക് പോകാം. ഗോ ടു കൺസോൾ കൊടുക്കാം. ഗോ ടു കൺസോൾ കൊടുത്താൽ നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറയും. നമ്മൾ ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു മെയിൽ വെച്ച് സൈനപ്പ് ചെയ്യട്ടെ. ഞാനിപ്പം ഈ മെയിൽ വെച്ച് സൈനപ്പ് ചെയ്യാണ്. സോ കണ്ടിന്യൂ കൊടുക്കുക. അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ട് വന്നോളൂ. സോ നമ്മുടെ ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ടാവും, ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് വരും. സോ കറൻ്റ്ലി അവർക്ക് വെബ് ഹോസ്റ്റിംഗ് മാത്രമേ ഇപ്പോൾ എനബിൾ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ QR കോഡ് ജനറേറ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കമ്മിങ് സൂണാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ വെബ് ഹോസ്റ്റ് ചെയ്യുന്ന മാത്രമേ നോക്കുന്നുള്ളൂ. സോ വെബ് ഹോസ്റ്റിംഗ് ഞെക്കുക. വെബ് ഹോസ്റ്റിംഗ് ഞെക്കിയാൽ നമുക്ക് ഇവരുടെ കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് SSL സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ ഈസി ആയിട്ട് ഫയൽ മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ സൈറ്റിൽ കണ്ട ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകാനും എല്ലാം ഫോൾഡർ വൈസ് ആയാലും ഫയൽ അപ്ലോഡ് ചെയ്യുന്നതായാലും യൂസർ ഫ്രണ്ട്ലി ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് സൈറ്റ്. സോ അതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്. ഈസി ഫയൽ മാനേജ്മെൻറ്റ്, പിന്നെ ഫ്ലെക്സിബിൾ അപ്ഗ്രേഡ്. നമ്മളൊരു പ്ലാൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം. പിന്നെ ഫാസ്റ്റ് ആൻഡ് സ്കെയിലബിൾ ആണ്. അതിനെ സ്കെയിലബിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. സോ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഉണ്ട്, ഈസി സെറ്റപ്പ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. പിന്നെ ഫ്രീ ഡൊമെയിൻ, കസ്റ്റം ഡൊമെയിൻ എല്ലാ സൈറ്റിലുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ റിയൽ ടൈം അനാലിറ്റിക്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ അതിൻ്റെ പ്രൈസിങ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രീ പ്ലാൻ ഉണ്ട്, പിന്നെ ബേസിക് ഹോസ്റ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഫ്രീ പ്ലാനിൽ തന്നെ നമുക്ക് 3GB ബാൻഡ് വിഡ്ത്തും 100 MB വെബ്സൈറ്റ് സൈസും ഒരു കസ്റ്റം ഡൊമെയിനും പിന്നെ ഫ്രീ സബ് ഡൊമെയിന് പിന്നെ അതേപോലെ SSLും കിട്ടുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് പ്ലാനും അനുസരിച്ചിട്ട് അതിന് മാറ്റേണ്ടത് നമ്മളിപ്പോൾ ഫ്രീയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അഡ്വാൻസ്ഡേക്ക് ഇതൊരു ബേസിക്കാണ് 49, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ അത് വേണ്ട, നമ്മൾ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ ലോഡ് വരും എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചൂസ് ചെയ്യാം. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്താൽ നമുക്കിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പർച്ചേസ് കൊടുത്താൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഗോ ടു ഡാഷ്ബോർഡ് കൊടുക്കുക. നമ്മുടെ ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ സ്റ്റാർട്ടർ പ്ലാന് സെറ്റപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാണിംഗ് പോലെ വന്നിട്ടുണ്ടാവും. സെറ്റപ്പ് നൗ കൊടുക്കുക. ഈ വെബ്സൈറ്റിന് എന്തെങ്കിലും പേര് കൊടുക്കുക. നമ്മളെ വെബ്സൈറ്റ് മൈ വെബ്സൈറ്റിൽ നിന്ന് കൊടുത്തു. ഇതിപ്പോൾ റാൻഡായിട്ട് ജനറേറ്റ് ആയി വന്നതാണ്. സോ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് നമുക്ക് മാറ്റിയിട്ട് മൈ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു AWT മൈ വെബ്സൈറ്റ് എന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഞെക്കിയാൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോകും. കറൻ്റ്ലി ഇവിടെ ഒന്നും കാണിക്കാത്തത് ഇതൊരു എററാണ്, സൈറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ഡയറക്ടറിയിലേക്ക് നമ്മൾ ഒരു ഫയലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാനേജിൽ പോവുക. മാനേജിൽ പോയാൽ നമുക്ക് ഈ ഓവർവ്യൂവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഏത് കറണ്ട് പ്ലാനിലുള്ളതെന്ന് കാണിക്കും, റിന്യൂവൽ ആപ്പാന്ന് കാണിക്കും, പിന്നെ എക്സ്പയർഡ് ആവുന്ന ആപ്പാന്ന് കാണിക്കും, നമ്മൾ എത്ര സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് കാണിക്കും, ബാൻഡ് വിഡ്ത്ത് കാണിക്കും, പിന്നെ വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും, നമ്മൾ ഏത് പ്ലാനിലാണ് ഉള്ളത് അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. സോ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് കാണാം ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം. സോ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റ് ഫയൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോർമൽ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്നുണ്ടാവും, SPA വെബ്സൈറ്റ് ഉണ്ടാവും. SPA എന്ന് പറഞ്ഞാൽ ആംഗുലർ, റിയാക്ട്, ഫ്ലട്ടർ അതുപോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് ഇൻഡെക്സ് HTMLും CSSും വെച്ചിട്ട് ചെയ്യുന്നതാണ്. സോ അത് നിൽക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യുവർ വെബ്സൈറ്റ് ഈസ് മിസ്സിങ് ആൻ ഇൻഡെക്സ് HTML ഫയൽ ഇൻ റൂട്ട് ഡിക്ഷണറി. അത് നമുക്ക് ഈ റൂട്ടിൻ്റെ അകത്തേക്ക് ഒരു
HTML ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സോ നിങ്ങൾക്കൊരു HTML ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ChatGPT ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ChatGPT എടുക്കുകയാണ്. ഒരു മിനിറ്റ്. നമുക്ക് ChatGPTയോ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് എ വെബ്സൈറ്റ് യൂസിങ് HTML CSS ആൻഡ് JS എന്ന് കൊടുക്കുക. എന്താ ഫോർ യുവർ പോർട്ട്ഫോളിയോ, ഫോർ മൈ ഫോളിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വരുന്നൊരു HTML ഫയൽ ഉണ്ടാവുമല്ലോ, നമ്മളത് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് സെക്ഷനിൽ വെക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കും നമ്മുടെ കോഡ് ഉണ്ടാവും, സിംഗിളായിട്ട് HTML ഫയൽ. സോ ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ അതേപോലെ ചെയ്യുക. ജസ്റ്റ് കോപ്പി ചെയ്യുക, ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ താലിമിൻ്റെ ഇതിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മേലെ സെക്ഷനിൽ കാണാൻ പറ്റും അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. നമുക്ക് അപ്ലോഡാണ് വേണ്ടത്. സോ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇത് സെലക്ട് ചെയ്യാൻ പറയും, ഫയൽ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇൻഡെക്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈസൊക്കെ ഇവിടെ കാണിക്കും. അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ് കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഇൻഡെക്സ് മിസ്സിങ് ആണെന്നിട്ട് കാണും. കാരണം ഇവിടെ TXT ഫയലായിട്ടാണ് അത് നമ്മൾ മുന്നേ സേവ് ചെയ്തത്. അത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ആ TXT എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ട് റീനെയിം അടിക്കുക. റീനെയിം അടിച്ചാൽ നമ്മുടെ ആ എറർ പോയിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മൾ മുന്നേ ചെയ്ത സൈറ്റ് ഇതാണ് നമ്മുടെ AWT മൈ വെബ്സൈറ്റ് .technotalim.in ഇതായിരുന്നു നമ്മുടെ ഡൊമൈന്. അത് ഇതേപോലെ ആയിട്ടുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ഡെപ്ലോയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത ഫോട്ടോസാണ്. HTML നമ്മുടെ ChatGPT തന്നത്. ഇനി നിങ്ങൾക്ക് കഷ്ടമായിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ തന്നെ നിങ്ങൾക്ക് ഇമേജസ് വെക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കുകയിൽ, എന്നിട്ട് ഫോൾഡറിനൊരു പേര് കൊടുക്കാം, അതിൽ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. പിന്നെ ഉള്ള സെക്ഷനാണ് അനാലിറ്റിക്സ്. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ റിക്വസ്റ്റ് എത്ര വരുന്നുണ്ട്, യുണീക്ക് വിസിറ്റേഴ്സ് എത്രയുണ്ട്, ബാൻഡ് വിഡ്ത്ത് എത്ര യൂസ് ചെയ്ത്, പിന്നെ ട്രാഫിക് ഏറ്റവും കൂടുതൽ വന്ന ടൈം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനെ തന്നെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് ഇവിടുന്ന് കാണാൻ പറ്റും. സോ അത്രയും അടിപൊളിയായ ഒരു ഡാഷ്ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡൊമൈൻ്റെ സെക്ഷനിലേക്ക് പോയാൽ നമ്മുടെ ഡിഫാൾട്ട് ഡൊമൈനായിട്ട് AWT മൈ വെബ്സൈറ്റ് .technotalim ഉണ്ട്. നമുക്ക് കസ്റ്റം ഡൊമൈൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ആഡ് ഡൊമൈൻ കൊടുത്താൽ നമ്മുടെ കസ്റ്റം ഡൊമൈൻ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് അവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഹോസ്റ്റിംഗറിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഹോസ്റ്റിംഗർ എടുക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യാണ്. സോ അത് ലോഗിൻ ആകും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. അതിൽ തന്നെ എവിടെയും വെബ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലെ പ്രൈസിംഗ് ഒക്കെ കണ്ടോ, 69 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് 45 49 മാത്രമേ വരുന്നുള്ളൂ താലിമിൽ. സോ നമ്മുടെ ഡൊമൈൻ പോർട്ട്ഫോളിയോ എടുക്കുക. ഇതിൽ നമുക്ക് ഈ ഡൊമൈൻ അതിലേക്ക് കണക്ട് ചെയ്യാം. tcrush.in എന്ന് പറഞ്ഞ ഡൊമൈന്. സോ അതിൽ വരിക, നമ്മുടെ tcrush.in നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ DNS എടുക്കുക. ഇതാണ് നമ്മുടെ കൊടുക്കാൻ പോകുന്ന ഡൊമൈൻ. സോ താലിമിലേക്ക് വരിക, ആഡ് ഡൊമൈൻ കൊടുക്കുക. www.tcrush.in ഇതാണ് നമ്മുടെ ഡൊമൈൻ. ആഡ് ഡൊമൈൻ കൊടുക്കുക. ആഡ് ഡൊമൈൻ കൊടുത്താൽ നമ്മളോട് റെക്കോർഡ് DNS ആഡ് ആക്കാൻ പറയും. റെക്കോർഡായിട്ട് ഇതും ഡൊമൈൻ നെയിമായിട്ട് ഇതും, പിന്നെ ഒരു IP അഡ്രസ്സും തന്നിട്ടുണ്ട്, അതും കൊടുക്കുക. സോ നമുക്കത് ചെയ്യാം. സോ അതിനു വേണ്ടി ഇതിൽ വരിക, താഴോട്ട് പോകുമ്പോൾ റെക്കോർഡായിട്ട് അതും നെയിമായിട്ട് www.tcrush.in കൊടുക്കുക. അതിൻ്റെ IP ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് കിട്ടിയ സാധനം. എന്നിട്ട് ആഡ് റെക്കോർഡ് കൊടുക്കുക. സോ ആ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ട് ചെയ്യാൻ. ഇനി ഒരു TXT ആയിട്ട് നമുക്ക് നെയിം ഇത് കൊടുക്കണം, പിന്നെ വാല്യൂ ആയിട്ട് ഇത് കൊടുക്കണം. സോ ഇതും കൂടെ കോപ്പി ചെയ്യാം.
txt ആയിട്ട്. സോ ഇത് കോപ്പി ചെയ്യാം, ഇതിൽ വരിക, ഇവിടെ നിങ്ങൾ ടൈപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് txt എന്ന് കാണാൻ പറ്റും, txt ഉണ്ടാവും. സോ നെയിമിൻ്റെ അവിടുത്തെ അത് റിമൂവ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ഇതും കൂടെയാണ്. സോ ഇതും കൂടെ കോപ്പി ചെയ്യാം, നമ്മുടെ txt വാല്യൂവിലേക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആഡ് റെക്കോർഡ് കൊടുക്കുക. ആഡ് റെക്കോർഡ് ചെയ്താൽ അത് രണ്ടും ആഡായി നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് താലിമിലേക്ക് വരിക, വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്താൽ ഡൊമൈൻ ആഡഡ് സക്സസ്ഫുള്ളി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഡിഫാൾട്ട് ഡൊമൈൻ ഇവിടെ ഉണ്ടാവും, അതോടൊപ്പം നമ്മുടെ കസ്റ്റം ഡൊമൈൻ ഇവിടെ ഉണ്ടാവും. സോ SSL സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് സെറ്റപ്പ് ആവും. സോ അതുവരെ വെയിറ്റ് ചെയ്യാം. അത് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, ഈ AWT മൈ വെബ്സൈറ്റ് .technotalim എന്നുള്ളത് നമ്മുടെ കസ്റ്റം ഡൊമൈനിലേക്ക് മാറുന്നതായിരിക്കും. സോ ഇതിപ്പോൾ ആക്റ്റീവാണ്, ഇത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഞാൻ ഒന്ന് റീഫ്രഷ് ആക്കി നോക്കട്ടെ. നമുക്ക് റീഫ്രഷ് ആക്കി നോക്കാം. റീഫ്രഷ് ആക്കി നോക്കി, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഡൊമൈനിൻ്റെ ഇതിൽ സെക്ഷനിൽ പോയാൽ അത് വെരിഫൈ ആവുന്നേ ഉള്ളൂ. സോ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ അത് വെരിഫൈ ആയിക്കോളും. സോ അതുവരെ വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് സെറ്റിംഗ് സെക്ഷനിൽ പോവാം. സെറ്റിംഗ് സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റ് എനബിൾ ആണോ ഡിസബിൾ ആണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ എനബിളും ഡിസബിളും ആക്കാനുള്ള ഫീച്ചർ ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് ടൈപ്പ് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ SPA വെബ്സൈറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്വിച്ച് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ കറണ്ട് പ്ലാൻ നിങ്ങൾക്ക് ഇവിടുന്നും അപ്ഗ്രേഡ് ചെയ്യാം. സോ കറൻ്റ്ലി അത് കമ്മിങ് സൂണാണ്. പിന്നെ നിങ്ങളുടെ ഈ ഡാഷ്ബോർഡിലേക്കുള്ള ആക്സസ് ഇൻവൈറ്റിൽ കൂടെ ഒരു മെയിലിൽ കൂടെ ഒരു ഇൻവൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ഇത് വെരിഫൈ ആകും വരെ വെയിറ്റ് ചെയ്യാം. കസ്റ്റം ഡൊമൈനിൻ്റെ സെക്ഷൻ നിങ്ങളൊരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ tcrush എന്ന് പറഞ്ഞ ഡൊമൈന് ഇവിടെ ഞെക്കിയാൽ കാണാം. tcrush എന്ന് പറഞ്ഞ ഡൊമൈനിലേക്ക് മാറിയിട്ടുണ്ട്. മുന്നേ എടുത്തത് ഇതായിരുന്നു, നമ്മുടെ കസ്റ്റം ഡൊമൈന്, അതും മാറിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ AWT വെബ്സൈറ്റ് ഇതാണ് തുറക്കുന്നത്. പക്ഷെങ്കിൽ റീഫ്രഷ് ആക്കുമ്പോൾ അപ്പുറത്തെ ഡൊമൈനിലേക്ക് പോകും. അതായത് നമ്മുടെ ഈ ഡൊമൈൻ ഓപ്പൺ ചെയ്താലും tcrushൻ്റെ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും.